നല്ല സൂപ്പർ പൂളയും അതിൻ്റെ കൂടെ മത്തിക്കറി ആയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ. മത്തീൻ്റെ സ്ഥാനത്ത് അയിലക്കറി ആണെങ്കിലും നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല പൂള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പണിക്കാർക്കും കൂടി വേണ്ടി വെട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു 10 ലിറ്ററിൻ്റെ കുക്കറിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും പൂള ഉണ്ടായിരുന്നു. പിന്നെ അതിന് അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ മത്തിക്കറിക്കുള്ള സാധനങ്ങളും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയും സവാളയും പിന്നെ ഉലുവയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ടോ. എന്നിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്തത് കേട്ടോ. തക്കാളിയും അതുമായിട്ട് കുക്കായതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്തത് കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല മൂത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്തു കേട്ടോ. നല്ല നാടൻ പുളി ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നല്ല കുറുകി ഇതായതിനു ശേഷം നമ്മൾ മത്തി ഇട്ടിട്ട്, മത്തി നല്ല സൂപ്പർ മത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ കേടൊന്നും ആവാത്ത മത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പൂള അതിന് ശേഷം ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വറവിട്ടെ. അപ്പോൾ നമ്മൾ ഈ നാട്ടിലേക്ക് പൂള എന്നൊക്കെ കേട്ടോ പറയുക. എല്ലാവരും കപ്പ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ റെഡി ആയതിനു ശേഷം പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് അകത്താക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എരും പുളിയൊക്കെ കൂടി. അപ്പോൾ ആർക്കൊക്കെ മത്തിയും പൂളിയും ഇഷ്ടമുള്ളതൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോസ് കണ്ട് എല്ലാവരും ഫോളോ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.